morning, students. So, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണോ കോമ്പണൻസ് ഓഫ് ഫുഡ് എന്തൊക്കെയാണോ ന്യൂട്രിയൻസ് ഇതൊക്കെ പഠിച്ചു. സോ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്, ടെസ്റ്റ് ഫോർ ഫാറ്റ്സ് ആൻഡ് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ് ആണ് മെയിൻലി. So let us look into it. Activity 2, test for starch. Test for starch is the test for carbohydrate. Take a small amount of food or a raw ingredient. Take a small amount of any kind of food. It can be either cooked food or raw food. Put 2 to 3 drops of dilute iodine solution in it. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു dilute iodine solution എങ്ങനെ ഉണ്ടാക്കുക. ടിങ്ചർ അയോഡിൻ്റെ കുറച്ച് ഡ്രോപ്സ് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് അതിൽ വെള്ളം ചേർക്കുക. So that will become iodine solution. Observe if there is any change in the color of the food item. Did it turn blue black? അഥവാ ഈ അയോഡിൻ സൊല്യൂഷൻ ആ ഫുഡ് ഐറ്റത്തിന് മേലെ ഇട്ടതാണെങ്കിൽ the food item will turn blue black in color if it contains starch. Starch ഉണ്ടെന്ന് വെച്ചാൽ carbohydrate ഉണ്ട്. So the test for carbohydrate is that നിങ്ങൾ ടിങ്ചർ അയോഡിൻ സൊല്യൂഷൻ ഈ ഫുഡ് ഐറ്റത്തിന് മേലെ ഇടുക. ഇറ്റ് ക്യാൻ ബി റോ ഓർ കുക്ക്ഡ് ഫുഡ് ആൻഡ് ആ ഫുഡ് ബ്ലൂ ബ്ലാക്ക് കളറിൽ ചേഞ്ച് അയച്ചാൽ it contains starch. A blue-black color indicates that it contains starch. Repeat this test with other food items to find out which of these contains starch. So, ഈ എക്സ്പെരിമെൻറ്റ് ഈ ടേബിൾ 2.2ൽ തന്ന എല്ലാ ഫുഡ് ഐറ്റംസിന് മേലെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ചൂസ് 3 to 4 ഫുഡ് ഐറ്റംസ് എന്നിട്ട് അതിൻ്റെ മേലെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. Then you will be able to know which all food contains starch. So, this was very easy. The test for carbohydrates is very easy. Just iodine solution എടുക്കുക, അതിനെ pour ചെയ്യുക on the food 2 to 3 drops, and if it turns blue black that means the food item contains starch. So next നമ്മൾ നോക്കാം the test for protein. So പ്രോട്ടീൻ്റെ ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് compared to the carbohydrates, but ശ്രദ്ധിച്ച് കേൾക്കുക, this will be very easy. And ഈ 3 ടെസ്റ്റും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. So the test for protein. Take a small quantity of a food item for testing. If the food you want to test is a solid, you first need to make a paste of it or powder it. Grind or mash a small quantity of food item. Put some of this in a clean test tube, add 10 drops of water to it and shake the test tube. So, test for protein നമുക്ക് ഡയറക്റ്റ് ഫുഡ് ഐറ്റത്തിന് മേലെ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് ആ ഫുഡ് സോളിഡ് ഫുഡ് ആണെന്ന് വെച്ചാൽ ദാലിൻ്റെ മേലെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ദാലിനെ കുക്ക് ചെയ്തിട്ട് അതിനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആക്കണം, അല്ലെങ്കിൽ അതിനെ പൗഡർ ആക്കണം. എന്നിട്ട് അതിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിക്കുക, അതിനൊരു ചെറിയൊരു പേസ്റ്റ് സൊല്യൂഷൻ ഫോമിലേക്ക് ആക്കുക, സെമി സോളിഡ് ഫോമിലേക്ക് ആക്കണം. എന്നിട്ട് നമുക്ക് അതിനെ ടെസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്യുക, അതിൽ 10 drops ഓഫ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഷേക്ക് ചെയ്യുക. സോ ബേസിക്കലി നമ്മൾ എൻഡിൽ സൊല്യൂഷൻ ആണ് ഉണ്ടാക്കുന്നത്, ആ ഫുഡ് ഐറ്റത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക. അതിനെ പേസ്റ്റ് ആക്കുക, പൗഡർ ആക്കുക, എന്നിട്ട് അതിനെ ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് 10 drops ഓഫ് വാട്ടർ ഇട്ടിട്ട് അതിൻ്റെ സൊല്യൂഷൻ ആക്കി അവിടെ വെക്കുക. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് നമ്മൾ ടെസ്റ്റിന് വേണ്ട സാധനം ഉപയോഗിക്കുക. സോ ദിസ് ഇസ് ഹൗ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് നമ്മൾ ചെയ്തത്. വി മേഡ് ഇറ്റ് ഇൻ ടു എ സൊല്യൂഷൻ. സോ നെക്സ്റ്റ് വാട്ട് വി നീഡ് ഫോർ ദ ടെസ്റ്റ് ഇറ്റ് ഈസ് കുറച്ച് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ വേണം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ 2 gram ഓഫ് കോപ്പർ സൾഫേറ്റ് 100 ml ഓഫ് വാട്ടറിൽ ഇട്ടിട്ടുള്ള കോൺസെൻട്രേഷനിലാണ് നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വേണ്ടത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കോസ്റ്റിക് സോഡേൻ്റെ സൊല്യൂഷനും വേണം. ദാറ്റ് ഈസ് 10 gram ഓഫ് കോസ്റ്റിക് സോഡ 100 ml ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് കോസ്റ്റിക് സോഡ സൊല്യൂഷൻ കിട്ടുന്നത്. So now using a dropper, add 2 drops of solution of copper sulfate and 10 drops of solution of caustic soda to the test tube. So ഈ ഫുഡിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയല്ലോ. സോ അതിൽ നമുക്ക് 2 drops ഓഫ് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഇടുക, പിന്നെ 10 drops ഓഫ് കോസ്റ്റിക് സോഡേൻ്റെ സൊല്യൂഷനും ഇടുക. അതിനിട്ടിട്ട് അതിനെ നല്ലോണം മിക്സ് ചെയ്യുക. ഷേക്ക് വെൽ ആൻഡ് ലെറ്റ് ദ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അതിനെ നല്ലോണം ഷേക്ക് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിന് ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ അതിൻ്റെ മേലെ വെക്കുക, കുറച്ച് സമയം വെക്കുക. സോ ലെറ്റ് ഇറ്റ് സെറ്റിൽ ഡൗൺ. വാട്ട് ഡു യു സീ? ഡിഡ് ദ കണ്ടൻസ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ടേൺ വയലറ്റ്? എ വയലറ്റ് കളർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ ഫുഡ്. സോ നിങ്ങൾ ഇതിനെ നല്ലോണം ഷേക്ക് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം എന്താ കാണുന്നത്? വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? സോ ഡിഡ് യു ഒബ്സർവ് ദാറ്റ് ദി ടെസ്റ്റ് ട്യൂബ് ഇസ് ടേണിംഗ് വയലറ്റ്? അഥവാ അത് വയലറ്റ് കളർ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ ഫുഡ് ഐറ്റംസ്. സോ പ്രോട്ടീൻസിൻ്റെതും ഈസിയാണ്, ബട്ട് കമ്പയർഡ് ടു സ്റ്റാർച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഈസി. സോ
first of all you need to take the food that you want to test, and then അതിൽ കുറച്ച് അതിനെ പേസ്റ്റ് ആക്കുക, പൗഡർ ആക്കുക, എന്നിട്ട് അതിനെ ടെസ്റ്റ് ട്യൂബിൽ ഇടുക. ടെസ്റ്റ് ട്യൂബിൽ 10 drops ഓഫ് വെള്ളം ഒഴിക്കുക, 10 drops ഓഫ് വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡ്രോപ്പർ. എന്നിട്ട് അതിനെ നല്ലോണം ഷേക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് വി ആർ മേക്കിംഗ് ദ സൊല്യൂഷൻ ഓഫ് ദാറ്റ് ഫുഡ്. ആൻഡ് ദെൻ അതിൽ 2 ഡ്രോപ്പ് ഓഫ് കോപ്പർ സൾഫേറ്റ് ഇടുക, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇടുക. പിന്നെ 10 ഡ്രോപ്പ് ഓഫ് കോസ്റ്റിക് സോഡ സൊല്യൂഷൻ ഇടുക. എന്നിട്ട് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് സൈഡിൽ വെക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ടേൺസ് വയലറ്റ് കളർ, ദാറ്റ് മീൻസ് പ്രോട്ടീൻ ഇസ് പ്രസൻറ്റ്. ഓക്കെ, സോ ഈസി. പർപ്പിൾ എന്ന് ആലോചിച്ചോളൂ, പർപ്പിളും വയലറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. പർപ്പിൾ പ്രോട്ടീൻ PP അങ്ങനെ വേണേൽ ആലോചിച്ചോളൂ. നിങ്ങൾ എഴുതുമ്പോൾ വയലറ്റ് എന്ന് എഴുതിയാൽ മതി. Now you can repeat this test on every food item. So ഈ ടേബിളിലുള്ള food items for reference നിങ്ങൾക്ക് എടുത്തിട്ട് you can test it for the food items. Now let us look into the test for fats. Take a small quantity of a food item, wrap it in a piece of paper and crush it. So test for fats is also very easy. ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ഫുഡിനെ എടുക്കുക, എന്നിട്ട് അതിനൊരു പേപ്പറിൽ റാപ്പ് ചെയ്യുക പറഞ്ഞാൽ അതിനെ പൊതിഞ്ഞ് വെക്കുക പേപ്പറിൽ. എന്നിട്ട് അതിനെ ഒന്ന് ചെറിയൊരു സ്പൂണുണ്ടോ അല്ലെങ്കിൽ ഒരു കട്ടോറിനെ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. ടേക്ക് കെയർ ദാറ്റ് ദ പേപ്പർ ഡസ് നോട്ട് ടയർ. നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ പേപ്പർ കീറി പോകരുത്. നൗ സ്ട്രെയിറ്റൻ ദ പേപ്പർ ആൻഡ് ഒബ്സർവ് ഇറ്റ് കെയർഫുള്ളി. ഡസ് ഇറ്റ് ഹാവ് എനി ഓയിലി പാച്ച്? ആ ഫുഡിനെ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തതിന് ശേഷം ആ പൊതിഞ്ഞ പേപ്പറിനെ എടുക്കുക, ആ ഫുഡിനെ മാറ്റുക, ആ പേപ്പറിനെ മാത്രം എടുക്കുക. ആ പേപ്പറിനെ എടുത്ത് നോക്കിയാൽ നിങ്ങളൊരു ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ അവിടെ നിന്ന് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഏതൊരു ലൈറ്റ് സോഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നോക്കിയതാണെങ്കിൽ ആ പേപ്പറിൽ അഥവാ ഒരു ഓയിലി പാച്ച് പറഞ്ഞാൽ നമ്മളിപ്പം മാർക്കറ്റിൽ നിന്ന് അഥവാ വട പരിപ്പ് വട അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ അത് പേപ്പറിലായിരിക്കും യൂഷ്വലി പൊതിഞ്ഞ് തരിക, ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ. അപ്പം ആ ഫുഡിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ പേപ്പറിൽ നിങ്ങൾക്ക് മയം കാണുമല്ലോ. സോ പേപ്പറിൽ എണ്ണ പോയാൽ എങ്ങനെയാണെന്ന് ഉണ്ടാവുക അതറിയാലോ നിങ്ങൾക്ക്. ഞാൻ ഒരു സോ ആ ഒരു ഓയിലി പാച്ച് വന്നിക്കോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ അത് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം വാട്ടർ കണ്ടന്റ് ഉള്ള ഫുഡാണ്, വെള്ളം ഉള്ള ഫുഡായിരുന്നു വെച്ചാൽ നനവുണ്ടെങ്കിലും പേപ്പർ അതേപോലെ ആയിരിക്കും കാണാൻ. സോ അത് കാരണം നമ്മൾ ആ പേപ്പറിനെ ഒരു 10-15 മിനിറ്റ് ഉണക്കാൻ വെക്കുക, സൈഡിലേക്ക് വെക്കുക, തന്നെ ഉണങ്ങിക്കോളും അഥവാ വെള്ളം ഉണ്ടെങ്കിൽ. സോ വെള്ളം ഉണ്ടെങ്കിൽ അത് ഉണങ്ങിയിട്ട് പേപ്പർ മുമ്പത്തെ പോലെ തന്നെ ആവും. ബട്ട് എണ്ണയാണെങ്കിൽ അത് ഉണങ്ങില്ല. സോ ഇറ്റ് വിൽ സ്റ്റേ, ദാറ്റ് പാച്ച് വിൽ സ്റ്റേ ഓൺ ദ പേപ്പർ. സോ ദാറ്റ് ഈസ് ഹൗ യു ഡിറ്റക്ട്. അതിൽ ഫാറ്റ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓയിലി പാച്ച് ഉണ്ടാവും ആ പേപ്പറിൻ്റെ മേലെ. അപ്പോൾ ഫാറ്റ് കണ്ടന്റ് ഇല്ലെങ്കിൽ ഓയിലി പാച്ച് ഉണ്ടാവില്ല. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് വൺ, റൈറ്റ്? സോ ദാറ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ ഫാറ്റ്. സോ ഈ ടേബിൾ 2.2ലുള്ള എല്ലാ ഫുഡ് ഐറ്റംസിലും എല്ലാ പ്രോട്ടീൻസ് അല്ലെങ്കിൽ സ്റ്റാർച്ച്, ഫാറ്റ് ഈ 3 സാധനം ഉണ്ടോ? ഇല്ല. ചില ഫുഡ് ഐറ്റംസിൽ ചില സാധനമാണ് ഡിറ്റക്റ്റ് ആവുക. Does a food item contain more than one nutrient? Do you find any food item that does not contain any of these nutrients? ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ദ മെജോറിറ്റി കോമ്പണൻറ്റ് ഓഫ് ദ ഫുഡ്, മെജോറിറ്റി ന്യൂട്രിയൻറ്റ് ഓഫ് ദ ഫുഡ് ഏതാണോ ആ കോമ്പണൻ്റ് ഉള്ള ഫുഡിനെയാണ് നമ്മൾ ദാറ്റ് കോമ്പണൻറ്റ് റിച്ച് ഫുഡ് എന്ന് പറയുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണോ അതിൽ ഏറ്റവും മാക്സിമം അമൗണ്ടിലുള്ളത്. അതിൽ ചെറുങ്ങനെ പ്രോട്ടീൻസ് ഉണ്ടാവും, ചെറുങ്ങനെ ഫാറ്റ്സും ഉണ്ടാവും. But we will say that it's a carbohydrate rich food. We tested food items for 3 nutrients: carbohydrates, proteins and fats. So ഈ മൂന്നെണ്ണത്തിൻ്റെ ടെസ്റ്റ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. There are also other nutrients like vitamins and minerals that are present in different food items. Why do we need all these? So ഈ 3 items ആണുള്ളത്. പക്ഷേ വേറെ 2 ഐറ്റംസിൻ്റെ മെയിൻ കോമ്പണൻസ് ഓഫ് ഫുഡിൽ നിന്നും, that is vitamins and minerals. സോ ഇതും എല്ലാ ഫുഡ് ഐറ്റംസിലും പ്രസൻറ്റ് ആണ്. ഇത് നമുക്ക് ആവശ്യം എന്തിനാണോ, നമുക്ക് ഇത്രയും എല്ലാ ന്യൂട്രിയൻസ് എന്തിനാവശ്യം? ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അവർ ബോഡി. സോ അതിനെ നമ്മൾ ഇനിയും ഡീറ്റെയിലിൽ ഈ നെക്സ്റ്റ് ടോപ്പിക്കിൽ വായിക്കാൻ പോവാണ്. വാട്ട് ഡു വേരിയസ് ന്യൂട്രിയൻസ് ഡു ഫോർ എ ബോഡി? ബട്ട് ബിഫോർ വി ഗോ ഇൻ ടു ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ഈ 3 ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ please do leave in the comment down below. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ I will clear it within 24 hours. So we will look into what do various nutrients do for our body. ഈ 5 nutrients, main nutrients നെ പറ്റി നമ്മൾ പഠിച്ചു, which is carbohydrates, fats, proteins,
വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. സോ ഈ മെയിൻ ആയിട്ടുള്ള ഈ 5 പ്രോട്ടീൻസ് നമ്മുടെ ബോഡിക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? സോ ലെറ്റ് us look into it. Carbohydrates mainly provide energy to our body. കാർബോഹൈഡ്രേറ്റ്സ് മെയിൻലി എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എനർജി നമുക്ക് എല്ലാ പണിയും ചെയ്യാനോ ഓടാനോ ചാടാനോ പഠിക്കാനോ എന്ത് ചെയ്യാനോ നമുക്ക് എനർജി വേണം. നമ്മളെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യാൻ അതിനെല്ലാത്തിനും എനർജി വേണം. സോ ഈ എനർജി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന കോമ്പണൻറ്റ് എന്ന ന്യൂട്രിയൻറ്റിൽ നിന്നാണ്. ഫാറ്റ്സും നമുക്ക് എനർജി തരും. ഫാറ്റ് ഓൾസോ നമുക്ക് എനർജി തരുന്ന സംഭവമാണ്. സോ ഫാറ്റാണ് പക്ഷേ ഏറ്റവും അധികം എനർജി തരിക. ഫാറ്റ് കാർബോഹൈഡ്രേറ്റ്സിനെക്കാട്ടും അധികം എനർജി തരും. In fact, fats give more energy as compared to the amount of carbohydrates. Foods containing fats and carbohydrates are also called energy giving foods. So this can be a question. Please mark it down in your textbooks. The food items which give energy, like the fats and carbohydrates, are known as energy giving foods because they provide the energy required for our body for its day-to-day functionings. So that is what carbohydrates and fats do. They give energy to our body. So next thing is proteins. Why do we need proteins? Proteins are needed for the growth and repair of our body. നമ്മളെ ബോഡീൻ്റെ ഗ്രോത്തിനും പിന്നെ റിപ്പയറിനും ആവശ്യമാണ്. റിപ്പയർ പറഞ്ഞാൽ നമ്മൾ കട്ട്സ് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേർണലി എന്തെങ്കിലും ഓർഗൻ എന്ത് പ്രശ്നം പറ്റി അപ്പോൾ അത് താൻ റിപ്പയർ ആവും. സോ ഓൾ ദോസ് തിങ്സ് proteins do. Proteins help in the growth and maintenance and repair of our body. So that is why the food containing proteins are known as body building foods. മസിൽ ഉണ്ടാക്കാൻ അതിനെല്ലാത്തിനും നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. സോ ദാറ്റ് ഈസ് വൈ ബോഡി ബിൽഡിങ് നമ്മൾ ഗ്രോ ചെയ്യാൻ, ഹൈറ്റ് ഗ്രോ ചെയ്യാൻ, മസിൽസ് ഗ്രോ ചെയ്യാൻ, ബോഡീനെ റിപ്പയർ ചെയ്യാൻ അതിനെല്ലാത്തിനെ നമുക്ക് പ്രോട്ടീൻസ് ആണ് ആവശ്യം. So that is why it is known as body building food. So what are body building foods? The food that is rich in proteins which help in the growth and maintenance of our body are known as body building foods. Vitamins help in protecting our body against diseases. Vitamins and minerals. So ഇതിൽ വിറ്റാമിൻസ് നമുക്ക് ആവശ്യം എന്തിനാ? അത് നമുക്ക് ഡിസീസ് ഒന്നും വരാണ്ട് നിൽക്കാൻ, എന്തെങ്കിലും ഡിസീസ് വന്നാൽ അതിൽ നിന്നും നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ. ഇപ്പോൾ കൊറോണേൻ്റെ സമയത്ത് നിങ്ങൾ ഇമ്മ്യൂണിറ്റി പറഞ്ഞ വേർഡിൻ്റെ കുറേ കേട്ടിട്ടുണ്ടാവും. ഇമ്മ്യൂണിറ്റി മീൻസ് ദി എബിലിറ്റി ഫോർ അവർ ബോഡി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസീസസ്. ഡിസീസസ് വന്നാൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോരാടാനുള്ള ശക്തി തരാനുള്ള ആ എബിലിറ്റീനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. വിറ്റാമിൻസ് ഓൾസോ ഹെൽപ്പ് ഇൻ കീപ്പിംഗ് അവർ ഐസ്, ബോൺസ്, ടീത്ത് ആൻഡ് ഗംസ് ഹെൽത്തി. നമ്മൾ കണ്ണ്, ബോൺസ്, പല്ലിൻ്റെ ഗംസ് അതിനൊക്കെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ നമ്മൾക്ക് വിറ്റാമിൻസ് വളരെ ആവശ്യമാണ്. സോ വാട്ട് ഡു വിറ്റാമിൻസ് ഡു? ദേ പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡിസീസസ് ആൻഡ് ദേ ഓൾസോ ഹെൽപ്പ് ഇൻ കീപ്പിംഗ് അവർ ഐസ്, ടീത്ത്, gums and bones healthy. So vitamins are of different kinds known by different names. Vitamins വേറെ ടൈപ്സ് ഉണ്ട്. വിറ്റാമിൻ എ, ബി, സി, ഡി നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനെ പല ടൈപ്സ് ഓഫ് വിറ്റാമിൻസ് ഉണ്ട്. അവർ പല നെയിംസും ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. സോ ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സോ സം ഓഫ് ദീസ് ആർ വിറ്റാമിൻ എ, സി, ഡി, ഇ ആൻഡ് കെ. നമ്മൾ ഈ 5 വിറ്റാമിൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എ, സി, ഡി, ഇ, കെ. There's also a group of vitamins called vitamins B complex. ഈ ബി കോംപ്ലെക്സിൽ B12 അങ്ങനെ പല വിറ്റാമിൻസും ഉണ്ട്. സോ വിറ്റാമിൻ എ ഉണ്ട്, ബി കോംപ്ലെക്സ്, സി, ഡി, ഇ, കെ. ഓക്കെ. Our body needs all types of vitamins in small quantities. എല്ലാ ടൈപ്പ് ഓഫ് വിറ്റാമിൻസും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. പക്ഷെ ചെറിയ അമൗണ്ടിൽ എല്ലാ ദിവസവും ആവശ്യമാണ്. വിറ്റാമിൻ എ keeps our skin and eyes healthy. So നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓരോ വിറ്റാമിൻ എന്താ ചെയ്യുക എന്നാണ്, ആൻഡ് ഓരോ വിറ്റാമിൻ ഏത് ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിത് ഓർമ്മിക്കണം. ഓൾറൈറ്റ്. സോ പ്ലീസ് മേക്ക് നോട്ട് ഓഫ് ഇറ്റ് ഓർ അണ്ടർലൈൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ വിറ്റാമിൻ എ കീപ്സ് അവർ സ്കിൻ ആൻഡ് ഐസ് ഹെൽത്തി. കണ്ണിനും സ്കിന്നിനും ആവശ്യം വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ സി helps our body
to fight against many diseases. So vitamin C നമ്മളെ ബോഡീനെ ഡിസീസസിൽ നിന്നും ഫൈറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുക. സോ ദ വിറ്റാമിൻ സി ഹെൽപ്സ് ഇൻ immunity. Vitamin D helps our body to use calcium for bones and teeth. നമ്മുടെ ബോഡിക്ക് കാൽഷ്യം എന്ന മിനറൽ, അത് നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കും, കാൽഷ്യം എന്ന മിനറൽ ആവശ്യമാണ്. സോ വിറ്റാമിൻ ഡി ആണ് ആ കാൽഷ്യം എന്ന മിനറൽ നമ്മുടെ ബോഡിയിൽ ഉള്ളതിനെ യൂസ് ചെയ്തിട്ട് നമ്മളെ പല്ലിനെ ബോൺസിനെ ഹെൽപ്പ് ചെയ്യാം, അതിനെ നല്ലോണം ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. Foods that are rich in different vitamins are shown. So let us look into all the diagrams. ഞാൻ നേരത്തെ diagrams നോക്കിയില്ല. So let us look into this. Okay, let's look at this diagram 2.3. So this shows some sources of carbohydrates. So carbohydrate rich ആയിട്ടുള്ള ഫുഡിനെയാണ് ഇവിടെ കാണിക്കുന്നത്. Bajra, all the grains like bajra, rice, sweet, wheat, potato, sugarcane, papaya, melon, mango, maize. ഇതിലൊക്കെ carbohydrates നല്ല rich ആയിട്ടുണ്ട്. Next is some sources of fat from plants. From plants, oils നമ്മൾ എണ്ണ ഏതൊക്കെ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, മസ്റ്റർഡ് ഓയിൽ, അങ്ങനെ പല ടൈപ്സ് ഓഫ് ഓയിൽ ഇല്ലേ, അതിൽ അല്ലാണ്ട് ഗുഡ് ഫാറ്റ്സ് അവൈലബിൾ ഇൻ നട്ട്സ്, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, അതിലും നല്ല ഗുഡ് ഫാറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് ആനിമൽ സോഴ്സസ് എന്തൊക്കെയാണ് കിട്ടുന്നത്, നമുക്ക് മിൽക്ക് കിട്ടുന്നുണ്ട്, ബട്ടർ, കേർഡ്, ഗീ, പിന്നെ മീറ്റ്, എനി കൈൻഡ് ഓഫ് മീറ്റ്, ചിക്കൻ, ഫിഷ്, എനിത്തിങ്, പിന്നെ മുട്ട, ഇതിലൊക്കെ നമുക്ക് ഫാറ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 2.5 നോക്കിയതാണെങ്കിൽ ഇറ്റ് ഷോസ് സം സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ്, പ്ലാന്റ് സോഴ്സസ് ആൻഡ് ആനിമൽ സോഴ്സസ്. പ്ലാന്റ് സോഴ്സസ് എന്തൊക്കെയാ വെച്ചാൽ ഗ്രീൻ പീസ്, പിന്നെ ഗ്രീൻ ഗ്രാം, എനി കൈൻഡ് ഓഫ് ഗ്രാം, പിന്നെ പയറുകൾ, ഓക്കെ, മൂങ് അതും ഒരു പയറാണ്, ദാൽ അതും ഒരു പയറാണ്, ദാൽ ഫ്രൈയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ബീൻസ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ രാജ്മേൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നു, അതും ഒരു ബീനാണ്. സോയാബീൻ, ഇതിലൊക്കെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡാണ്, ഇതിലൊക്കെ നമുക്ക് പ്രോട്ടീൻ നല്ല റിച്ച് ആയിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മൾ അനിമൽ സോഴ്സസ് നോക്കിയാൽ പനീർ ഇസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, എഗ്സ്, മിൽക്ക്, പിന്നെ ഫിഷും മീറ്റിൽ നിന്നും പ്രോട്ടീനും കിട്ടുന്നുണ്ട്. ഫിഷും മീറ്റിൽ നിന്നും പ്രോട്ടീനും ഫാറ്റും കിട്ടുന്നുണ്ട്, മുട്ടയിൽ നിന്നും. ഓക്കെ, so let us look into figure 2.6, which is the sources of vitamin A. And what do vitamin A do to our body? It helps in healing and keeping our eyes and skin healthy. അതിന് ആവശ്യമുള്ളത് മിൽക്ക് ഉണ്ട്, കോഡ് ലിവർ ഓയിൽ, ഫിഷ് ഓയിൽ, പിന്നെ ക്യാരറ്റ്. ഇതാണ് മെയിൻ സോഴ്സസ് ഓഫ് വിറ്റാമിൻ എ. Now let us look into some sources of vitamin B, liver, പിന്നെ some grains ഇവിടെ തന്നിട്ടുണ്ട്. So these are rich sources of vitamin B. Now vitamin C, why do we use vitamin C? It is used for immunity. It is used to fight against the diseases. So അതിൽ എന്തൊക്കെയാണെന്ന് എല്ലാ സിട്രസ് ഫുഡ്, ഈ പുളിയുള്ള ഫുഡൊക്കെ അല്ലേ, പുളിയുള്ള ഫുഡിലൊക്കെ വിറ്റാമിൻ സി ഉണ്ടാവും. പറഞ്ഞാൽ ഓറഞ്ച്, ലെമൺ, നാരങ്ങ, ഇതിലൊക്കെ പുളി ഉണ്ടല്ലോ. ആംല പറഞ്ഞാൽ നമ്മൾ നെല്ലിക്ക, ടൊമാറ്റോ, ഇതിലൊക്കെ പുളിയുണ്ട്. സോ ഇതൊക്കെ റിച്ച് സോഴ്സ് ഓഫ് വിറ്റാമിൻ സി ആണ്. ഗ്വാവ, ഇതാണ് സം സോഴ്സസ് ഓഫ് വിറ്റാമിൻ സി. ആൻഡ് വിറ്റാമിൻ ഡി എന്തിനാണ് നമുക്ക് ആവശ്യം? നമ്മൾ ബോൺസിനെയും ടീത്തിനെയും നല്ല ഹെൽത്തി ആയിട്ട് വെക്കാണ്, നമ്മുടെ മുടി നല്ലോണം ഗ്രോ ചെയ്യാൻ, അതിനൊക്കെ നമുക്ക് വിറ്റാമിൻ ഡി ആവശ്യമാണ്. നമുക്ക് വിറ്റാമിൻ ഡി സണ്ണിൽ നിന്നും കിട്ടുന്നു, സൺലൈറ്റിൽ നിന്നും ഓൾസോ വി ഗെറ്റ്. ആൻഡ് വി ഓൾസോ ഗെറ്റ് ഇറ്റ് ഫ്രം മിൽക്ക്, ബട്ടർ, മുട്ട, ലിവർ, ഫിഷ്, ഇങ്ങനത്തെ സംഭവത്തിൽ നിന്നൊക്കെ വിറ്റാമിൻ ഡി കിട്ടുന്നതാണ്. സോ ഇതൊക്കെയാണ് വിറ്റാമിൻസിൻ്റെ സോഴ്സസ്. ആൻഡ് വിറ്റാമിൻസിൻ്റെ എന്തൊക്കെയാണ് യൂസസ്, ഇതൊക്കെയാണ്. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് വി നീഡ് ടു റിമെമ്പർ വൈ ഈച്ച് വിറ്റാമിൻ ഇസ് റിക്വയർഡ് ഫോർ അവർ ബോഡി ആൻഡ് അവരെ സോഴ്സസ് എന്തൊക്കെയാണ്. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഇതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ് അത് ഓർമ്മിച്ച് വെക്കുക. ഈ ഡയഗ്രാംസിലെ എല്ലാം ഉണ്ട്. സോ യു ജസ്റ്റ് നീഡ് ടു ലുക്ക് ഇൻ ടു ദ ഡയഗ്രാം. ജസ്റ്റ് 2-3 പ്രാവശ്യം നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വരുന്നതായിരിക്കും. So ഈ മിനറൽസിൻ്റെ കാര്യം വിൽ ബി ലുക്കിംഗ് ഇൻ ടു നെക്സ്റ്റ് ക്ലാസ് വിച്ച് ഐ വിൽ അപ്ലോഡ് ഇമ്മീഡിയറ്റ്ലി. സോ നിങ്ങളത് കണ്ട് നല്ലോണം പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.